ഏവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹമാസും ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തടവുകാരിൽ ഭൂരിഭാഗത്തെയും കാണാനില്ല എന്നുള്ള വാർത്തയാണ് ഹമാസിൻ്റെതായി പുറത്തു വരുന്നത്. സൈനിസ്റ്റ് ആക്രമണം കാരണം വടക്കൻ ഗസ ബ്രിഗേഡിലെ ശത്രുക്കളുടെ തടവുകാരിൽ ഭൂരിഭാഗത്തെയും ഇപ്പോൾ കാണാതായിരിക്കുന്നു. വടക്കൻ ഗസയിൽ ബന്ദികളാക്കിയ ഭൂരിഭാഗം പേരുടെയും വിവരങ്ങൾ ഹമാസിന് നഷ്ടമായെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസാദുൽ അൽ ഖസാം ബ്രിഗേഡ് ഖത്തറിനെയാണ് അറിയിച്ചിരിക്കുന്നത്. തങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും അവരെ ഒളിപ്പിച്ച ഇടത്തു നിന്നും കണ്ടെത്തുന്നതിനും ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് ഹമാസ് അൽ ജസീറയോട് വ്യക്തമാക്കി. IDF നിരന്തരമായി ഗസയെ ആക്രമിക്കുന്നതിനാൽ ബന്ദികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കാമെന്ന കാര്യത്തിൽ ഉറപ്പു നൽകാനാവില്ല. ഇക്കാര്യം IDFന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഹമാസ് അറിയിക്കുന്നു. IDFന് ബന്ദികളെക്കാൾ ഗസയെ ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യം. അത് നിറവേറ്റിക്കഴിഞ്ഞതിനാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാനേ കഴിയൂ എന്ന് ഹമാസ് അറിയിക്കുന്നു. ബാക്കി എത്ര പേരുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ബന്ദികളുടെ മുഴുവൻ നഷ്ടത്തിനും ബെഞ്ചമിൻ നെതന്യാഹുവും IDFും മാത്രമാണ് ഉത്തരവാദികൾ. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചു തുടങ്ങി. ബന്ദി കൈമാറ്റം പൂർണ്ണമാവുമ്പോൾ നെതന്യാഹുവിനെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇസ്രയേലിനെ ആകെ മാറ്റിമറിക്കും. ഇസ്രയേലിൽ പ്രതിഷേധങ്ങളുടെ മഴയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഈ വാർത്തയോടൊപ്പം തന്നെ ലണ്ടനിൽ നിന്നുള്ള ഒരു പുതിയ വാർത്തയും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പലസ്തീൻ സോളിഡാരിറ്റി കാമ്പയിൻ ആസൂത്രണം ചെയ്ത വലിയ ലണ്ടൻ മാർച്ച് ജനുവരി 18 ശനിയാഴ്ച BBC ആസ്ഥാനത്ത് ആരംഭിച്ച് 150-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർത്തഡോക്സ് സഭയായ സെൻട്രൽ സിനഗോഗിൽ സമ്മേളിക്കുകയാണ്. ഈ സമ്മേളന വിവരം പുറത്തു വന്നതോടുകൂടി ഇവിടെയുള്ള ജൂത കുടുംബങ്ങൾ മാറി നിൽക്കാനാണ് ലണ്ടൻ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ജൂത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അനേകർ റാലിയുടെ റൂട്ടിൽ പ്രതിഷേധിച്ച് ലണ്ടൻ പോലീസിന് പരാതികൾ നൽകിയിട്ടുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാവാതെ അനേകം യഹൂദ കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ആകെ ഭയപ്പാടിലാണ്. കാരണം ഈ സമ്മേളനത്തിൽ പലസ്തീനികൾ മാത്രമല്ല, പലസ്തീനിനെ അനുകൂലിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണിത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എങ്ങനെ പെരുമാറുമെന്ന് പോലീസിന് പോലും അറിവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂത കുടുംബങ്ങളോട് ഈ പ്രദേശത്ത് നിന്നും മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രദേശത്ത് വളരെ കുറച്ച് ജൂത കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ തന്നെ അത്യധികം ഭയപ്പാടിലാണ് കഴിയുന്നത്. വരും ദിവസങ്ങളിൽ അവരും ഈ പ്രദേശം വിട്ടുപോകും എന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഈ യുദ്ധത്തോടു കൂടി ലോകം മുഴുവൻ ഇസ്രായേലിനെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. നെതന്യാഹു എന്ന വംശഹത്യ ഭീകരൻ ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ പോലും അയാളുടെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി നൽകാൻ ആർക്കും കഴിയില്ല. ഹമാസുമായുള്ള സയനിസ്റ്റുകളുടെ ഈ യുദ്ധം ഇസ്രായേലിന് ഇത്രയധികം നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമെന്ന് ആരും ഇന്നേ വരെ കരുതിയിട്ടില്ല. എന്നാൽ ഇസ്രായേൽ എന്ന ഈ സയനിസ്റ്റ് രാജ്യം ഇന്ന് ലോകത്ത് ഒറ്റപ്പെടുകയാണ്. അമേരിക്ക പോലും അവരെ കൈവിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയും വേഗം ബന്ദി കൈമാറ്റം നടത്തി ഹമാസുമായി ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കൂ എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതിനനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ യുദ്ധവിരാമവും ബന്ദി കൈമാറ്റവും ഉണ്ടാവും. അതിൻ്റെ അവസാന മിനുക്ക് പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥരാണ് ഈ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. ഈ ഒത്തുതീർപ്പ് കരാറുകളോട് ഹമാസും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ചർച്ചയുടെ പുതിയ അപ്ഡേഷൻ എന്ന നിലയിൽ നെതന്യാഹു മൊസാദിന്റെ തലവനോട് ഖത്തറിലേക്ക് യാത്ര ചെയ്യാനും ഈ കരാറിൽ സന്നിഹിതനാകാനും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഇന്ന് രാത്രി തന്നെ ഖത്തറിലേക്ക് യാത്രയാവും. ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്, ബന്ദി കൈമാറ്റം നടക്കുമ്പോൾ ഇസ്രായേലിന് മിക്കവാറും കുറെ മൃതദേഹങ്ങൾ മാത്രമേ കിട്ടാൻ